അപരിചിതനായ ഒരാളെ വിവാഹം കഴിക്കുന്നതിനുള്ള വിഷമം പറഞ്ഞപ്പോൾ അമ്മയും അമ്മൂമ്മയും എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? വിവാഹം കഴിയുന്നതോടെ എല്ലാം താനെ ഉണ്ടായി വരുമെന്ന്. ഐശ്വര്യവും സമ്പത്തും സ്നേഹവും എല്ലാം. കൈപ്പറ്റി വീഴുന്ന വാക്കുകൾ നിരത്തി അവൾ പറഞ്ഞു, എല്ലാം ഉണ്ടായി അമ്മേ, സ്നേഹമൊഴിച്ച്. അഷിതേച്ചിയുടെ കഥയിൽ നിന്നാണ് വിവാഹം ഒരു സ്ത്രീയോട് ചെയ്യുന്നത് എന്ന കഥ. ശരിക്കും വിവാഹം ഒരു സ്ത്രീയോട് ചെയ്യുന്നത് എന്തെന്ന് കാട്ടിത്തരുന്ന വിവാഹ രക്തസാക്ഷികളുടെ എണ്ണം കൂടി വരുന്നു. വിവാഹം കമ്പോള നിലവാരത്തിൽ എത്തപ്പെട്ടതല്ലേ ഈ വിവാഹാനന്തര കൊലപാതകങ്ങളുടെ കാരണം. പെൺകുട്ടി ഒരു കൺസ്യൂമർ പ്രോഡക്റ്റായി കരുതപ്പെടുന്നത് സ്വന്തം വീട്ടിൽ തന്നെയാണ്. അതാണല്ലോ ജനിച്ച നാൾ മുതൽ അന്യ വീട്ടിൽ പോകേണ്ടവൾ എന്ന മേൽവിലാസത്തിൽ അവൾ മെരുക്കപ്പെടുന്നത്. അന്യൻ്റെ വീട്ടിലേക്ക് പോകാനായി വളർത്തപ്പെട്ടവൾ അന്യൻ്റെ വീട്ടിൽ നിന്ന് വന്നു കയറിയവളായി മാറ്റപ്പെടുന്നൊരു സമ്പ്രദായമായി വിവാഹത്തെ കാണപ്പെടുന്നു. ദുരഭിമാന ബോധമുള്ള മാതാപിതാക്കളോട് പറയട്ടെ, മകൾ ചെന്നു കയറിയ വീട്ടിലെ സൗഭാഗ്യങ്ങൾക്കപ്പുറം അവിടുത്തെ അവളുടെ സുരക്ഷിതത്വമാണ് ഉറപ്പുവരുത്തേണ്ടത്. ആത്മഹത്യയെക്കാളും കൊലപാതകത്തെക്കാളും ഭീകരമല്ല വിവാഹമോചനം. പരമാവധി വിദ്യാഭ്യാസം നേടാനും അവർ ആഗ്രഹിക്കുന്ന തൊഴിൽ നേടി സ്വയം പര്യാപ്തരാകാനുമുള്ള കാലപരിധി വിവാഹപ്രായമായി കാണാൻ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്കാകണം. വിവാഹത്തോട് വിമുഖത പുലർത്തുന്ന ഒരു തലമുറ പുറകെ വരുന്നുണ്ട്. സ്വാതന്ത്ര്യകാംക്ഷികളായിട്ട് മാത്രമൊന്നുമല്ല, ജീവനിൽ പേടിയുണ്ടായിട്ട് കൂടിയാണ്. വീട് ആദ്യത്തെ വിദ്യാലയമാണ്. സ്ത്രീയോടും പുരുഷനോടും ഇടപെടേണ്ട രീതികളും ഇരുവരുടെയും ധാർമ്മിക ഉത്തരവാദിത്തങ്ങളും ആൺമക്കളെയും പെൺമക്കളെയും ഒരുപോലെ പഠിപ്പിക്കാൻ മാതാപിതാക്കൾ അവരുടെ നല്ല മാതൃകകളാകണം. വിവാഹം കൊണ്ട് മുറിയപ്പെടുന്ന പുരുഷനുമുണ്ട്. ആണായാലും പെണ്ണായാലും ആത്മാഭിമാനം വ്രണപ്പെട്ട് ശാരീരിക മാനസിക പീഡനമേറ്റുവാങ്ങി വ്യാജ സാമൂഹ്യബോധത്തിനും പൊള്ളയായ പ്രതിച്ഛായ സൃഷ്ടിക്കും കീഴടങ്ങി സ്വയം ജീവിതം ഹോമിക്കുന്നവരോട് പറയുന്നത്, ജീവിതം ഒരിക്കൽ മാത്രമാണ്, അത് ജീവിച്ചു തന്നെ തീർക്കണം. വിവാഹം ഒരു വഹിക്കലോ ഉടമ അടിമ കച്ചവടമോ അല്ല, അത് ചേർന്നൊഴുകുമ്പോൾ മാത്രം തരളിതമാകുന്ന സമസ്യയാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും മധുരിമയാണ്. അനിർവചനീയ അനുരാഗത്തിൻ്റെ സന്ധി ചേരലാണ്. അത് കുടുംബങ്ങൾ ചേർന്ന് തീർക്കുന്ന ഭൂമിയിലെ സ്വർഗങ്ങളാണ്. ഈ ഭൂമി സ്വർഗങ്ങൾ കൊണ്ട് സുന്ദരമാക്കപ്പെടട്ടെ.